ഒന്ന്, ഇന്ന് നമ്മൾ 70-ാമത്തെ സെഷനാണ്. 70-ാമത്തെ സെഷൻ എന്ന് മാത്രമല്ല, ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും വളരെ കുറഞ്ഞ എന്താ പറയാ ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു മേക്ക് മണി. വിൽ ബി ഏബിൾ ടു മേക്ക് സാറ്റിസ്ഫാക്ഷൻ, വിൽ ബി ഏബിൾ ടു മേക്ക് ഫുൾഫിൽമെന്റ്. അപ്പൊ അങ്ങനെ ലൈഫിൽ ഹാപ്പിനെസ്, ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരു കാര്യം അതിൻ്റെ കൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യട്ടെ. നമ്മൾ നേരത്തെ ഈ ഒരു സെഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചെയ്തിരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, ഒരു വാമപ്പ് എക്സസൈസ് ഉണ്ടായിരുന്നു. ആ വാമപ്പ് എക്സസൈസ് ഈ സെഷൻ കഴിഞ്ഞ ശേഷം നിർബന്ധമായും സെഷന് മുമ്പ് ഓപ്ഷണലായിട്ടും ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ഓക്കെ, ഹൗ അബൌട്ട് ഫിനു ആൻഡ് സൈനബ്? യെസ്, എക്സസൈസിന് ശേഷം ജോയിൻ ചെയ്യുന്നത്. ഇതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി അത് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ആ വാമപ്പ് ജസ്റ്റ് ഒന്ന് ചെയ്യണം. ഇറ്റ് മേ ടേക്ക് മേ ബി 2-3 മിനിറ്റ്സ്. ആ വാമപ്പ് മാത്രം ചെയ്താലും മതി. ഓക്കെ ഫിനു? ഞാനും ശേഷം തന്നെയാ ചെയ്യല്. ശേഷം ക്ലാസ്സിന് ശേഷം ചിലപ്പോ ഉച്ച ടൈമിലാകും. എന്തിനാണ് അത് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നമ്മളത് 5 മിനിറ്റ്സേ ഉള്ളൂ. ശരിക്കും നമ്മൾ വളരെ ഇതായിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻ, ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ തരുന്ന മെഡിറ്റേഷൻ തന്നെ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് എന്നുള്ള 15 മിനിറ്റ്സ് ഒക്കെ ആക്കാം. ഒരു 15 മിനിറ്റ്സിന്റെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അതിനോട് അലൈൻഡ് ആവണമെങ്കിൽ, നമ്മളെ മൈൻഡ് ഓക്കെ, മൈൻഡിൽ നമ്മൾ എനർജി ബാലൻസിങ് നടന്ന് ബോഡിയിലേക്ക് ആ എനർജി ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ബോഡിനെ ബാലൻസ് ചെയ്യണം, ബോഡിയിലുള്ള എനർജി ബാലൻസ് ചെയ്യണം. അതിന് വർക്കൗട്ട് നിർബന്ധം. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ വാമപ്പ് എക്സസൈസ്, ആ ബോഡിയിലുള്ള എനർജി ലെവൽ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് കുറെ കൂടി കൂടും. നമ്മൾ സാധാരണ ഉത്താക്കുന്നതിനേക്കാൾ എഫക്റ്റ് കുറെ കൂടി കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊരു ഡിസയറായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോവുകയും ചെയ്യുമ്പോൾ വിൽ മേക്ക് റിസൾട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഈ സെഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സെറ്റ് ചെയ്തിരുന്ന ചില ഗോളുകൾ ഉണ്ടാവും. ആ ഗോളിനോട് നിങ്ങൾ എത്ര അടുത്തു എന്നുള്ളത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യണം. മനസ്സിലായല്ലോ? എന്തായാലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ രൂപത്തിലൊരു റിവ്യൂ കൂടി നമ്മൾ ചെയ്യും. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു സെഷനിൽ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങളെ കൊണ്ട് എഴുതിച്ചിരുന്നു, അവിടത്തേക്ക് നിങ്ങൾ എത്രത്തോളം എത്തി എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ നമ്മളെ സെഷന്റെ തീം തന്നെ അതാണ്, മാനിഫെസ്റ്റേഷൻ ത്രൂ ഫോക്കസ്ഡ് ഇന്റൻഷൻ. നമുക്കറിയാം, നെയ്യത്തില്ലാതെ ഒരു കാര്യം നടക്കില്ല. ഇന്നവൽ ആമാല് ബിൻ നിയ്യാത്ത് എന്ന് പറയുന്നത് മദ്രസകളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും കൃത്യമായ നെയ്യത്ത് ഉണ്ടാവണമെന്നും ആ നെയ്യത്തിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാവുക എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ വേറൊരു ആ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടു നോക്കിയേ. നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സംഗതി അച്ചീവ് ചെയ്യണമെങ്കിലും, റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ, പ്രതിഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അത് ഇവിടെയാണെങ്കിലും പരലോകത്താണെങ്കിലും നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് അത് ഉറപ്പിച്ചിരിക്കണം. നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടാവണം. നെയ്യത്ത് എന്ന് പറഞ്ഞ സാധനം അതാണല്ലോ. ഇപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്ന പോലെ ഓരോ ദിവസവും
നമ്മൾ എന്താ പറയാ, രാവിലെ എഴുന്നേൽക്കുന്ന ഒരു മെക്കാനിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം ആളുകൾക്ക് ഫീഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ വേറെ ആരും ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു. അത് ജോലിയിൽ അവിടെ ചെന്നിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറെ മെയിൽ നോക്കി മറുപടി അയച്ച് റിപ്പോർട്ട് അയക്കാനുള്ളത് അയച്ചു. അതിനെന്തെങ്കിലും മീറ്റിംഗുകൾ ഉണ്ടെങ്കിൽ അത് ഇതാക്കി, പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അത് പ്രസന്റ്, ഒരു മെക്കാനിക്കൽ ലൈഫ് ഇങ്ങനെ പോവാണ്. നോ ചേഞ്ച്. അങ്ങനെ ഒരു ലൈഫിനെ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് 100% പറയാൻ പറ്റും വി ഡോണ്ട് ഹാവ് എനി ഇന്റൻഷൻ. നിങ്ങളുടെ ലക്ഷ്യം എന്താ, പർപ്പസ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നമുക്ക് കൃത്യമായ ഒരു ഇന്റൻഷൻ ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നടക്കും, അതിലേക്ക് എത്തും. അതാണ് ഫോക്കസ്ഡ് ഇന്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഓരോ ദിവസവും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ വർഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബട്ട് യു വിൽ നോട്ട് ചേഞ്ച്. ചില ആളുകളോട് നമ്മൾ ചിലപ്പോൾ അവരൊന്ന് ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി പ്രൊവോക്ക് ചെയ്തിട്ട് അവരൊന്ന് ഫോക്കസ്ഡ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവർ പറയുമല്ല, ഞാൻ ചെയ്യുന്നത് എനിക്ക് നല്ല കറക്റ്റ് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള എന്താണ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ആ കാര്യങ്ങൾ ചെയ്യുന്ന ആക്ഷനിലേക്ക് എത്തുമ്പോൾ പലതും ചെയ്യുന്നുണ്ടാവില്ല. ആ ആക്ഷനിലേക്ക് എന്താണ് എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആക്ഷനിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഓരോ കാര്യങ്ങളും വിലയിരുത്തി വരുമ്പോൾ അതിൻ്റെ റൂട്ട് എത്തി നിൽക്കുക പലപ്പോഴും ഫോക്കസ്ഡ് ഇന്റൻഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഫോക്കസ്ഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ റൂട്ട് മാപ്പ് എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മളെ മുമ്പിൽ വളരെ ക്ലിയർ ആയിരിക്കും. നല്ല ക്ലാരിറ്റിയിൽ അത് നമ്മളെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും. അപ്പൊ ആ ഫോക്കസ്ഡ് ഇന്റൻഷൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക? ഒരു ദിവസം കൊണ്ട് 1 കോടി ജനറേറ്റ് ചെയ്യുന്ന മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ വലിയ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആള്. ഒരുപാട് NGO ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ വളരെ അച്ചീവ്മെന്റിൽ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? വളരെ കൃത്യമായ വിഷൻ ഒരു മിഷനും മുമ്പിൽ വെച്ചുകൊണ്ട് അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുണ്ടാവാൻ അവരുടെ മനസ്സിലൊരു വിഷൻ ഉണ്ട്, അതിന്റെ ഓർഗനൈസേഴ്സിനും അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഴ്സിനും. ഈ വിഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇറ്റ്സ് കമ്മിങ് ഫ്രം ഫോക്കസ്ഡ് ഇന്റൻഷൻ. ഫോക്കസ്ഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ഈ അടുത്ത നമ്മളെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജോയിൻ ചെയ്ത ഒരാളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർ ആ ജോലി വാങ്ങിയെടുത്തത് മാനിഫെസ്റ്റേഷനിലൂടെയാണ്. കാരണം നിരന്തരം കാരണം ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടു, ഭർത്താവിന് പുതിയ ജോലി കിട്ടുന്നില്ല, അവർക്ക് ഇവിടം വിട്ട് പോകാൻ വയ്യ, കാരണം ഷീ ഈസ് ഡൂയിങ് സം അതർ ആക്ടിവിറ്റീസ്. ആ പാഷൻ കാരണം എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് മറ്റൊരു ജോലി ആവശ്യമാണ്. അത് മനസ്സിലിട്ട് കളിപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് അത് കിട്ടുന്നത്. അപ്പം അത് വളരെ കറക്റ്റാണ്. അവിടെ ആ എയിം വളരെ കറക്റ്റാണ്. അപ്പോ ഇനിയെങ്കിലും നിങ്ങളെ ലൈഫിൽ എന്താവണം, എവിടെ എത്തണം, അറ്റ്ലീസ്റ്റ് 2025 കൂടി എവിടെ എത്തണം എന്ന കൃത്യമായ ഒരു ഫോക്കസ്ഡ് ഇന്റൻഷൻ നമുക്കില്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യുകയും എനിക്ക് അയക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താന്നുള്ളത് ഒന്നുകൂടി റിമൈൻഡ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി അയക്കാം. വി ഹാവ് ടു കം ഇൻ ടു ആക്ഷൻസ്, എങ്കിലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളെ ഇന്റൻഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പെർസ്പെക്റ്റീവ് ആലോചിക്കാൻ വേണ്ടി ചെയ്യുക. വിതൗട്ട് ഇന്റൻഷൻ, നെയ്യത്തില്ലാതെ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവില്ല. എന്താണോ നിങ്ങളെ നെയ്യത്ത്, അതാണ് നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ആയിട്ട് വരികയും ചെയ്യുക. കാരണം ഫോക്കസ്ഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിലേ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ, അവിടെയാണ് ഇമോഷണൽ അലൈൻമെന്റ് ഉണ്ടാവുകയുള്ളൂ, അവിടെയാണ് മെന്റൽ റിഹേഴ്സൽ നടക്കുകയുള്ളൂ, അപ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മള് ആൽഫ മെഡിറ്റേഷനൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. റെഡി അല്ലേ? റെഡി ആയ ആളുകൾ
ഇന്ന് അത് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമെന്നുള്ള ആളുകൾ ചാറ്റിലൊന്ന് ആദ്യം ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ അത് കൃത്യമായി നിങ്ങൾ വെരി ഗുഡ്. നമ്മളിപ്പോൾ ഈ ആൽഫ മെഡിറ്റേഷനിലൂടെ ചെയ്യുമ്പോൾ രാവിലത്തെ മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ മെന്റൽ റിഹേഴ്സലാണ്. അതിൽ വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് തോന്നുന്ന സാധനം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ അതിന്റെ പല രീതിയിലുള്ള സാധനങ്ങളാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിൽ ചിലത് നിങ്ങളായിട്ട് വളരെ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ഒരു സിൽവ മെഡിറ്റേഷൻ സ്റ്റുഡൻറ്, എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, നമ്മൾ സിൽവ മെഡിറ്റേഷൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരാൾ ജോലി ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്നു. ആ സമയത്ത് അവരോട് പറയുന്നത് പിന്നെ ഈ മെന്റൽ റിഹേഴ്സൽ ചെയ്യാൻ തന്നെയാണ്, സിൽവ മെഡിറ്റേഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോ അയാൾ അത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ആ വിഷ്വലൈസേഷൻ വരുന്നത് എവറി ഡേ ഹി ഈസ് വിഷ്വലൈസിങ് ദാറ്റ് ഹി ഈസ് ഇൻ ഹിസ് ന്യൂ ഡെസ്ക്. അയാൾ ഓരോ ദിവസവും ആ പുതിയ ജോലിയിലുള്ള പുതിയ ഡെസ്കിലാണ്, പുതിയ ഓഫീസിലാണ്. ആൻഡ് എവറി ഡേ അയാൾ ആ ഓഫീസിൽ എത്തുന്നു സ്മൈലിംഗ്, കോൺഫിഡൻറ്റ് ആൻഡ് ഫുൾഫിൽഡ്. അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് അയാൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ആഴ്ചകൾക്ക് ശേഷം ഹി ഗോട്ട് എ കോൾ, ഒരു ബെറ്റർ പൊസിഷൻ. വെച്ചാൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് സ്റ്റക്ക് ആവുന്നു, പുതിയൊരു ജോലി വേണം. അപ്പൊ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് ഡൂയിങ് ദിസ് വിഷ്വലൈസേഷൻ ആൻഡ് ഹി ഗോട്ട് എ കോൾ ആഫ്റ്റർ ഫ്യൂ വീക്സ് ആൻഡ് ഹി ഗോട്ട് എ ബെറ്റർ പൊസിഷൻ ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എക്സാക്ട്ലി വാട്ട് ഹി ഈസ് ഇമാജിൻഡ്. അത് കോയിൻസിഡൻസ് ആണോ അതല്ല ഇന്റൻഷണൽ ക്രിയേഷൻ ആണോ എന്നുള്ളതാണ്. ദർ ഇസ് നോ ഡൗട്ട് ഫോർ മീ, ഇറ്റ് ഈസ് ഇന്റൻഷണൽ ക്രിയേഷൻ ആണ്. ഈ രീതിയിൽ നമുക്ക് അച്ചീവ്മെന്റിലേക്ക് പോവാൻ സാധിക്കും. So let us start the meditation now. Sit and relax. Feel relaxed. Close your eyes. Take the deep breath. Inhale. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് കാംനെസ് കൂടി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് ഫീൽ ചെയ്യുക. യു ഫീൽ കാം, യു ഫീൽ റിലാക്സ്ഡ്. വെൻ യു എക്സേൽ, നമ്മൾ പുറത്തേക്ക് എക്സേൽ ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം ബ്രത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെസ്സുകളും പുറത്തേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. When you inhale, you are inhaling calmness. When you exhale, നിങ്ങൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് പുറത്തേക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. I will count from 10 to 1. With each number, you will go deeper into stillness. 10. Relax your scalp. നമ്മുടെ തലയുടെ സ്കാൾപ്പ് റിലാക്സ് ചെയ്യുന്നു. നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളടച്ച കൺപോളകൾക്ക് ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 9. Now your mouth and jaw is completely relaxed. Your jaw completely softened and relaxed. 8. Feel your shoulders melting down. Completely, നിങ്ങളെ ഷോൾഡർ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യുക, സോഫ്റ്റ് ആവുക, റിലാക്സ്ഡ് ആവുക. 7. Breathe into your chest.
ബ്രീത്ത് എടുക്കുക. ആ ബ്രീത്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കടന്നു കയറുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് യു ഫീൽ റിലാക്സ്ഡ്. 6, നമ്മുടെ ബാക്കിലെ സ്പൈനലിന് ചുറ്റുമുള്ള എല്ലാ മസിലുകളും റിലാക്സ് ചെയ്യുന്നു. ആൻഡ് യുവർ ബെല്ലി ഈസ് റിലാക്സ്ഡ്. ഇറ്റ് ഈസ് സോഫൻ. 5, യുവർ ഹിപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഗ്രൗണ്ടഡ്. നിങ്ങളുടെ ഹിപ്പിലൂടെ കംപ്ലീറ്റ് ബോഡി വെയിറ്റ് നിങ്ങൾ ഇരിക്കുന്ന ചെയറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4, യുവർ ലെഗ്സ് ഗ്രൗണ്ടഡ്. കാലിൻ്റെ ഭാരം വർദ്ധിക്കുന്നു. ആ ഭാരം മുഴുവൻ നിങ്ങളുടെ ചെയറിലേക്കും നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. 3, your thoughts are slow. നിങ്ങളുടെ തോട്ട്സ് എല്ലാം സ്ലോ ആവുന്നു. ആൻഡ് യു ആർ ഗെറ്റിംഗ് ഡീപ്പ് ആൻഡ് ഡീപ്പ് റിലാക്സേഷൻ ആൻഡ് ആൽഫ സ്റ്റേറ്റ്. 2, your breath is focused and steady, and you are in deep alpha state. You are in deep trance. 1, you are now in alpha. You are open and focused. Bring your mental screen above your eye level. നിങ്ങളുടെ ഐ ലെവലിന് തൊട്ട് മുകളിലായി നിങ്ങളുടെ സിൽവ മെന്റൽ സ്ക്രീൻ കൊണ്ടുവരിക. And you can see this very clearly. നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ അവിടെ നിൽക്കുന്നതായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. And you feel the success, and you smile, and you feel the joy, and you feel the peace and the fulfillment. നിങ്ങൾ ആ അച്ചീവ് ചെയ്ത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന സമയത്തുള്ള സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. And you feel that joy. You bring the smile in your face. അവിടെ നിൽക്കുമ്പോൾ you hear the sounds, you see the colors, you smell the air in that moment. നിങ്ങൾ ആ അച്ചീവ്മെന്റിന് അവിടെ നിന്ന് നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്നതാണെങ്കിൽ ആ ശബ്ദം, നിങ്ങൾ പറയുന്ന ശബ്ദം എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. You feel the colors and you feel that moment. Now you run a full mental movie. You see yourself acting, living, speaking from that place. Watch yourself waking up in the version of your new life. നിങ്ങൾ ആ അച്ചീവ്മെന്റിലുള്ള ആ ലൈഫിലേക്ക് യു ആർ വേക്കിംഗ് അപ്പ്. ഹൗ ഡു യു വാക്ക്? വാട്ട് ഡു യു വിയർ? ഹു ആർ യു ഹെൽപ്പിംഗ്? വാട്ട് ഇമ്പാക്ട് ഡു യു മേക്ക്? നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ നടക്കുന്നു, നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്, നിങ്ങൾ ആരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോടൊക്കെയാണ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, എന്ത് ഇമ്പാക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. You feel that within you. Again, നിങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ let the scene loop. You can feel that success. You feel the joy. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ആ സന്തോഷവും നിങ്ങളത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. അത് വളരെ റിയൽ ആയിട്ട് സംഭവിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവുന്നു. And you are in that place now. എവിടെയാണോ നിങ്ങൾ എത്തേണ്ടത് അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. Repeat with me. I create my life with focused intention. I create my life with
focused intention. I create my life with focused intention. My mind is the blueprint of my reality. My mind is the blueprint of my reality. My mind is the blueprint of my reality. I manifest what I believe, feel, and rehearse. I manifest what I believe, feel, and rehearse. I manifest what I believe, feel, and rehearse. You feel that joy. You feel that you are succeeded. I will now count from 1 to 5. At 5, you will open your eyes, carrying the energy of what you have created. 1, breathes, awakens your body. നിങ്ങൾ ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഉണരുകയാണ്. 2, stretch gently. Stretch your fingers and your toes. 3, smile into your vision. പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക. 4, feel grounded and grateful. You achieved. So feel grounded and grateful. 5, open your eyes and ready to act. Open your eyes and ready to act. Once you open the eyes, please type I in the chat box. നമ്മൾ നാളെ മുതൽ ഇതിൻ്റെ സ്ലൈറ്റ് ലെങ്തി ആയിട്ടുള്ളതും സ്ലൈറ്റ് വേരിയേഷൻ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരിക്കും ഇനി കുറച്ച് ദിവസങ്ങൾ ചെയ്യുക. ബിക്കോസ് നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് യു ഹാവ് ടു മാനിഫെസ്റ്റ്. നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ? അത് ഹെൽത്ത് ആവാം, വെൽത്ത് റിലേറ്റഡ് ആവാം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആവാം, വാട്ട് എവർ ഇറ്റ് ഇസ് യു ഹാവ് ടു അച്ചീവ്. അപ്പം അതിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ അഗെയിൻ നമ്മളെ സേവേഴ്സ് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. സ്ലോലി 1 by 1 ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്ത് ലക്ഷ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് ടെക്സ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തപ്പോൾ എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടായത് അതുകൂടി അതിൻ്റെ കൂടെ ഒന്ന് എഴുതുക. അത് അച്ചീവ് ചെയ്യാൻ എന്ത് ആക്ഷനാണ്, ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക. ഈ 3 കാര്യങ്ങൾ ഇത് നമ്മൾ സാധാരണ ജേർണലിംഗ് പ്രോംപ്റ്റിൽ പോലെ നിങ്ങൾ പരിഗണിക്കേണ്ട, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതിനെ കാണുക. മനസ്സിലായല്ലോ? എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതുക. ഇന്ന് വിഷ്വലൈസ് ചെയ്തപ്പോൾ ഫീലിംഗ് എഴുതുക. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതും എഴുതുക. ആൻഡ് യു ഹാവ് ടു ടെക്സ്റ്റ് മീ. ഓക്കെ? അത് രാവിലെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ ഒരു റിപ്ലൈ കിട്ടിയിരിക്കണം. ആർ യു റെഡി? If you are ready, type R. ഇനി നമ്മൾ ബിലീഫ് അപ്ഗ്രേഡ് ഇതിനോട് കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം, നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ്. അത് വർക്ക് ചെയ്യുന്നതിനാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇറ്റ്സ് ഓൾറെഡി മൈൻ. ഐ ആം ക്രിയേറ്റിംഗ് ഇറ്റ് എവറി ഡേ.
ഞാൻ അതിലാണുള്ളത്, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ എം ക്രിയേറ്റിംഗ് ഇറ്റ് എവറി ഡേ. ഐ എം മാനിഫെസ്റ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ വർക്ക്. ഇറ്റ് വിൽ വർക്ക് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്നുള്ളത് നമ്മുടെ അതിൻ്റെ കൂടെ വരുന്നൊരു സംഗതിയാണ്. അതിൽ നമ്മൾ പിന്നെ യാതൊരു ഡൗട്ടും നമുക്കില്ല. ബട്ട് I will create and I am creating it every day. It's already mine. നിങ്ങൾ ഓൾറെഡി അവിടെ എത്തിയിരിക്കുന്നു. നിങ്ങൾ ആദ്യം ചെയ്ത ആ 3 ചോദ്യത്തിന് ഉത്തരം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ആ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നാളെ നമ്മൾ ഇതിനോട് നമ്മുടെ ആ അച്ചീവ്മെന്റിലേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള തീമുമായിട്ട് തന്നെ, മെഡിറ്റേഷനുമായിട്ട് തന്നെ വരും. അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 മിനിറ്റ് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് കൂടി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ പൊസിഷന് മാറാൻ പാടുള്ളൂ. വിൽ സീ യു ടുമോറോ അഗൈൻ വിത്ത് അനദർ തീം ഇൻഷാ അല്ലാഹ്.